ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അതുപോലെ നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു തേൻ നെല്ലിക്കൻ്റെ റെസിപ്പി നോക്കിയാലോ. ഇതൊരു തവണ കഴിച്ചിട്ടുള്ളവർ എന്തായാലും പിന്നെയും കഴിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ്. ഞാനിത് പുറത്തുനിന്ന് ഒരു തവണ മാത്രമേ കഴിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും വീട്ടിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഈ റെസിപ്പി നമുക്ക് കിട്ടിയത് സുലു ബ്ലോഗ് എന്ന് പറയുന്ന ചാനലിലാണ് കേട്ടോ. അവളുടെ ആ ഒരു വീഡിയോ കണ്ട അന്ന് തൊട്ട് ഞാനിത് ട്രൈ ചെയ്ത് നോക്കണം എന്ന് വിചാരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം പച്ചക്കറി വാങ്ങിച്ച സമയത്ത് അതിൽ ഇതേപോലെ കുറച്ച് നെല്ലിക്ക ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടാൽ തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഇത് ട്രൈ ആക്കി നോക്കണമെന്ന്. അപ്പോൾ അതാ ഇതേപോലെ കുറച്ച് നെല്ലിക്ക തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതെടുത്തിട്ടുണ്ട്, നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫോർക്ക് യൂസ് ചെയ്തിട്ട് ഇതേപോലെ നിറച്ച് ഹോൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ കത്തിയും കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുത്താലും മതി കേട്ടോ. ആ ഒരു മധുരമൊക്കെ നന്നായിട്ട് നെല്ലിക്കയിൽ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരയിട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ ഫോർക്ക് കൊണ്ട് ഇതേപോലെ നെല്ലിക്കൻ്റെ ചുറ്റും നന്നായിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട്. ഇനി ഒരു പാത്രത്തിൽ ഇതേപോലെ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്ത് വെച്ച് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഒരു 10 മിനിറ്റൊക്കെ നന്നായിട്ട് ഒന്ന് തിളച്ചോട്ടെ. നെല്ലിക്ക നന്നായിട്ട് വെന്ത് കിട്ടിയാൽ മാത്രമേ അതിലേക്ക് ആ ഒരു മധുരമൊക്കെ നന്നായിട്ട് ഇറങ്ങി കിട്ടുള്ളൂ കേട്ടോ. പക്ഷേ വെന്തിങ്ങനെ ഉടയാൻ പാടില്ല, പൊട്ടിപ്പോകാനൊന്നും പാടില്ല. അത് ആ ഒരു രീതിയിൽ ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് ഞാനൊരു 3-4 പീസ് ബെല്ലം എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ കവറിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ചപ്പാത്തി പരത്തുന്ന കൊള്ളുകൊണ്ട് ഇതേപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇടികല്ലുണ്ടെങ്കിൽ അതിലിട്ടിട്ട് ഒന്നിങ്ങനെ കുത്തിയെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അത് എങ്ങനെയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇതേപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി ഒരു ചീനച്ചട്ടി എടുത്തിട്ട് അതിലേക്ക് ആദ്യം നമ്മൾ ഈ ഒരു പൊടിച്ച് വെച്ചിട്ടുള്ള വെള്ളം ഇതേപോലെ ഒന്ന് നിരത്തി കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ആവിയിൽ വേവിച്ചിട്ടുള്ള ആ ഒരു നെല്ലിക്ക ഉണ്ടല്ലോ, അതും കൂടി ഇതേപോലെ ഒന്ന് പരത്തി വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം ബാക്കി നമ്മൾ പൊടിച്ചിട്ടുള്ള ബാക്കി വെള്ളം കൂടി ഇതേപോലെ അതിൻ്റെ മേലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. പിന്നെ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട, 1/2 ഗ്ലാസ് മാത്രം മതി കേട്ടോ. അപ്പോൾ ആ ഒരു വെള്ളം ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ നെല്ലിക്ക ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അതായത് ഇങ്ങനെ കുത്തി കുത്തി ഇളക്കരുത്, സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ ഇതേപോലെ ഇളക്കി കൊടുത്താൽ മതി. കാരണം നമ്മൾ വേവിച്ച നെല്ലിക്കയും കൂടി ആയതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തന്നെ ഉടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ ഇതേപോലെ മെല്ലെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ അത് ഏകദേശം ഒരു 20 മിനിറ്റ് 30 മിനിറ്റ് ഒക്കെ വേണം കേട്ടോ ഇതൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. ഈ ഒരു ശർക്കര പാനിയൊക്കെ നന്നായിട്ട് ഈ ഒരു നെല്ലിക്കയിലിൻ്റെ ഉള്ളിലൊക്കെ കയറി നെല്ലിക്ക നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടണം കേട്ടോ. പിന്നെ ശരിക്കും ഇത് ഉണ്ടാക്കിയിട്ട് ഒരു 2-3 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴായിരിക്കും ശരിക്കും നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടുക. പക്ഷേ ഇതൊന്നും നമ്മൾ കുട്ടികളുള്ള വീട്ടിലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തായാലും ഇത് ചൂട് പോയ അപ്പം തന്നെ നമുക്ക് സെർവ് ചെയ്യേണ്ടി വരും കേട്ടോ. പക്ഷേ എന്നാലും ചൂട് പോയിട്ട് തണുത്തിട്ട് കഴിക്കുന്ന സമയത്തും നല്ല ടേസ്റ്റ് തന്നെയാണ്. എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ മാത്രം വെച്ച് കൊടുക്കുക കേട്ടോ. ഹൈ ഫ്ലെയിമിലാണെങ്കിൽ പെട്ടെന്ന് വറ്റി കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഞാനൊരു 35 മിനിറ്റൊക്കെ ഞാനൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം നന്നായിട്ട് ചൂടാറണം കേട്ടോ. ചൂടാറാനും കുറച്ച് ടൈം പിടിക്കും. ശർക്കര ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ചൂടുണ്ടാവും കേട്ടോ. നന്നായിട്ട് ചൂടാറിയ ശേഷം മാത്രമേ നമുക്ക് സെർവ് ചെയ്യാം. 2-3 ദിവസമൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു മിനിമം 3-4 മണിക്കൂറെങ്കിലും നമ്മളൊന്ന് തണുത്ത ശേഷം മാത്രം കഴിക്കുമ്പോഴായിരിക്കും കേട്ടോ അതിൻ്റെ ആ ഒരു ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഈ ഒരു തേൻനെല്ലിക്ക പുറത്തുനിന്നൊക്കെ കഴിച്ച് ഇഷ്ടപ്പെട്ടവർ എന്തായാലും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. മധുരം ഇഷ്ടമുള്ളവർക്ക് പ്രത്യേകിച്ച് ഇഷ്ടമാവും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് നല്ല അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ലാ. താങ്ക്സ് ഫോർ വാച്ചിങ്.